പ്രൈവറ്റ് പാർട്സിലേക്ക് കൈ കൊണ്ടുപോയി എന്ന് കണ്ടപ്പോഴേ ഞാൻ പ്രതികരിച്ചു. താൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. തന്റെ കുട്ടിയാണോ ചോദിച്ചു. പുള്ളി എന്റെ കാലില് അയാളുടെ കാല് വെച്ചിട്ട് ടച്ച് ചെയ്തു. എനിക്ക് മനസ്സിലായി പുള്ളി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. നാളെ ചിലപ്പോൾ സമൂഹം പറയും നിരപരാധി ഒരാളെ ഞാൻ വെറുതെ പറഞ്ഞു എന്ന് പറയാം. ആദ്യം എനിക്ക് പ്രൂഫാണ് വേണ്ടുന്നത്. അയാൾക്ക് കിട്ടാവുന്ന ശിക്ഷ മാക്സിമം കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നാളെ ഒരു കുഞ്ഞിനും ഒരാൾക്കും ഒരു സ്ത്രീക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഇത്രയധികം സാഹസികമായിട്ടൊരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിലുപരി അത്രയധികം ദൃശ്യങ്ങൾ, വളരെ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പകർത്താനും കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. നമസ്കാരം. ഒത്തിരി ആകാംക്ഷയും അതോടൊപ്പം ഉത്കണ്ഠയും എന്നാൽ വലിയ രീതിയിലുള്ളൊരു സമാധാനമുള്ളൊരു വാർത്തയാണ് എനിക്ക് വീണ എന്ന പെൺകുട്ടിയിൽ നിന്നും പറയാനുള്ളത്. കാരണം കഴിഞ്ഞ 2 ദിവസം മുൻപ് സോഷ്യൽ മീഡിയ ആകെ തന്നെ ചർച്ച ചെയ്ത, അതായത് ഒരു 6 വയസ്സുകാരിയെ ട്രെയിനിൽ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന കാഴ്ച നേരിട്ട് കാണുകയും ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത വീണയാണ് എന്നോടൊപ്പം ഉള്ളത്. വീണ ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ കേരളം ശരിക്കും പറഞ്ഞത് എങ്ങോട്ടേക്കാ പോണതല്ലേ? അതെ അതെ അതെ. കുഞ്ഞ് ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ആ പ്രതി ആ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ഇത് ചെയ്തത്. ഞാനും ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ചിലപ്പം ഞാനത് പ്രതികരിക്കാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പം നാളെ കുഞ്ഞ് ഒരു എന്താ പറയാ ഉപയോഗിച്ചിട്ട് പ്രതി ഉപയോഗിച്ചിട്ട് അതിനെ കൊന്നു കളഞ്ഞതിന്. പക്ഷെ എനിക്ക് അതുകൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാക്സിമം ശിക്ഷ പ്രതിക്ക് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും നിങ്ങൾ ഏതൊരു സന്ദർഭത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം നേരിട്ടത്? എവിടെ പോവുമായിരുന്നു? ഞാൻ എൻ്റെ അമ്മയുടെ ചികിത്സയുടെ ആവശ്യമായിട്ട് തിരുനെല്ലിയിലേക്ക് പോകുമായിരുന്നു. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് കയറിയപ്പോൾ തന്നെ പുള്ളി എന്നോടത്ത് പുള്ളിയുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, ഓപ്പോസിറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പ്രതിയുടെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ എന്ന് പറയാനുള്ള അർഹത അയാൾക്കില്ല. പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടൻ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കും, ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്ന സീറ്റായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ അപ്പുറത്ത് ഇറങ്ങിയിരിക്കും, ഞങ്ങൾ ലേഡീസ് 3 പേര് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, വേണ്ട, എന്നാൽ താൻ അപ്പുറത്ത് തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ വന്ന ചേട്ടന്മാരുടെ അടുത്ത് ഇരുന്നു. ഏകദേശം ഒരു 1 മണി 1:15 ആയപ്പോഴാണ് ഈ പുള്ളി, ഞാൻ ഉറങ്ങുമായിരുന്നു, സീറ്റിൽ ഇരുന്ന് തന്നെ ഉറങ്ങുമായിരുന്നു. 1:15 ആയപ്പോഴത്തേക്കും ഈ പുള്ളി എൻ്റെ അയാളുടെ കാല് വെച്ചിട്ട് ടച്ച് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ വിചാരിച്ചു ഞാൻ അറിയാണ്ട് ചെയ്തായിരിക്കും, അറിയാണ്ട് കാല് തട്ടിയതായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ കാല് ജസ്റ്റ് മാറ്റി വെച്ചു. രണ്ടാമത് വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ പുള്ളി രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് ഞാൻ കാല് മറ്റേ സൈഡിലേക്ക്, അതായത് വലത് സൈഡിലേക്ക് വെച്ചിരുന്നു. ഞങ്ങൾ വിൻഡോ സൈഡിൽ, എൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു, ഓപ്പോസിറ്റ് ആയിരുന്നു ഇരുന്നിരുന്നത്. ഞാൻ വിചാരിച്ചു, എനിക്ക് മനസ്സിലായി പുള്ളി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ മൂന്നാമതും ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് രൂക്ഷമായിട്ട് നോക്കിയിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, ഒന്നുമില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് കാലെടുത്ത് പുള്ളി ഇരിക്കുന്ന സീറ്റിലേക്ക് നിവർത്തി വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് നല്ല ദേഷ്യമായി, എനിക്ക് നല്ല ഡിസ്റ്റർബൻസ് ആയിട്ട് പിന്നെ എനിക്കത് ഉറങ്ങാൻ പറ്റിയില്ല. ഞാനങ്ങനെ ബാഗിനകത്ത് നിന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളി പെട്ടെന്ന് ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഓൾറെഡി ഇയാളിൽ നിന്നൊരു റോങ് ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴേ എനിക്ക് ആളൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കിന് അതിൻ്റെ ട്രെയിനിൻ്റെ ഫ്ലോറിൽ കിടന്നിരുന്ന കുഞ്ഞിനെ പുതപ്പോട് കൂടി എടുത്ത് അയാളുടെ സീറ്റിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഞാൻ വിചാരിച്ചു, ആദ്യം അയാൾ കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും ആളുടെ കുട്ടിയാണെന്ന്. കാരണം തലയിൽ തലോടുന്നു, അതിനെ വെച്ചിട്ട് പൊതയ്ക്കണു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മോളാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തിരുന്ന ഒരു തമിഴനായിരുന്നു, പുള്ളി ഉറക്കമായിരുന്നു. പുള്ളിയെ ഞാൻ തട്ടി ഉണർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ അത് പുള്ളിയുടെ കുട്ടിയാണോ, അറിയാമോ എന്ന് ചോദിച്ചു. അത് പുള്ളിയുടെ കുട്ടിയല്ല, പുള്ളി കൊല്ലത്തുനിന്നാണ് കയറിയത്, അവർ ഓൾറെഡി ട്രെയിൻ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. തമിഴ് ഫാമിലി ആയിരുന്നു. ഞാൻ ചോദിച്ചു, അവളുടെ റിലേറ്റീവ് ആണോ എന്നങ്ങനെ അറിയാവോ, കാരണം കാര്യം അറിയാതെ നമ്മൾ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പറഞ്ഞ അല്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ആളുടെ ആറ്റിറ്റ്യൂഡ് ഓക്കെ അല്ല, ആൾ കുറച്ച് റോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഇങ്ങനെ തലകുലുക്കിയിട്ട് അനങ്ങാതെ അയാളെ നോക്കിക്കൊണ്ടിരുന്നു. അന്നേരം ഈ കുഞ്ഞിനെ ഞാൻ നോക്കുന്നു ഈ പ്രതിക്ക് മനസ്സിലായ സമയത്ത് പ്രതി ചെയ്തുകൊണ്ടിരുന്ന രീതികൾ മാറ്റാൻ തുടങ്ങി. കാരണം കൈ ഓൾറെഡി ബെഡ്ഷീറ്റിനകത്തായിരുന്നു, കൈ മാറ്റിയിട്ട് പുറകെ വെച്ചിട്ട് അയാൾ ഇങ്ങനെ ബാക്കിലോട്ട് തലയൊക്കെ വെച്ച് ഉറങ്ങുന്ന രീതിയിലൊക്കെ കാണിച്ചു. എനിക്ക് മനസ്സിലായത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ പുള്ളിയെ നോക്കാതെ തന്നെ ഫോണിനകത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം
പുള്ളി വിചാരിച്ചു ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഫോണിൽ നോക്കിയിരിക്കുകയാണെന്നാണ് പുള്ളി വിചാരിച്ചത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഈ പുള്ളി കുഞ്ഞിൻ്റെ ശരീരത്ത്, വലത് കൈ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഷോൾഡറിലേക്ക് ബെഡ്ഷീറ്റ് മറച്ചു, വിൻഡോ സൈഡിലായിരുന്നു ബെഡ്ഷീറ്റ് മറച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്സിലേക്ക്, അതായത് കുഞ്ഞൊരു ചെറിയ ടീഷർട്ടും ഒരു ഷോർട്സും ആയിരുന്നു ഇട്ടിരുന്നത്, പ്രൈവറ്റ് പാർട്സിലേക്ക് കൈ കൊണ്ടുപോയി. ചെന്ന് കണ്ടപ്പോഴേ ഞാൻ പ്രതികരിച്ചു. എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, താൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. തൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല, എൻ്റെ കുട്ടിയല്ല. ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ റിലേറ്റീവ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആണ്, റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു, തന്നെ കണ്ട റിലേറ്റീവ് ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഉറക്കെ ഷൗട്ട് ചെയ്തപ്പോഴത്തേക്കിന് എല്ലാവരും ഉണർന്നു, എൻ്റെ അമ്മയും എല്ലാവരും ഒക്കെ ഉണർന്നു. എന്നിട്ട് വന്നപ്പോൾ കുട്ടിയുടെ ഫാമിലിയെ എടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, ഇത് നിങ്ങളുടെ റിലേറ്റീവ് ആണോ? അപ്പോൾ പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് അറിയില്ല അയാളെ എന്ന് പറഞ്ഞു. തമിഴ് ഫാമിലിയാണ്. എല്ലാവരും ആണെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ആളെ, ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ്, അയാൾ എന്താ ചെയ്ത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ്, എന്താ സംഭവം എന്ന് അറിയണില്ലല്ലോ. അപ്പം ഈ പ്രതി എന്നോട് ഷൗട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു നീ എന്താ ചെയ്തെന്നുള്ളത് എൻ്റെ കയ്യിലുണ്ട്, എന്നാൽ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. അപ്പം ഞാൻ ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അയാളുടെ മുഖത്ത് നോക്കി ഒരു അടിയും കൊടുത്തതിന് ശേഷം എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത്, അപ്പുറത്തെ ബോഗിനൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ പെങ്ങളെ പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന പോലെയാണ്, കുഞ്ഞവിടെ പുറകിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ആദ്യം ഇയാൾ എന്നെ ശല്യം ചെയ്തു, അതിനുശേഷം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരിക്കലും ആരോടും ചെയ്യാത്തൊരു കാര്യമാണ് ആ കുട്ടിയെടുത്ത് അയാൾ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും എല്ലാവരും പ്രതികരിച്ചു, പ്രശ്നമായ. ഞാൻ ആദ്യം ഒരു അടി കൊടുത്തു, പിന്നെ എല്ലാവരും എടുത്തിട്ട് അയാളെ അടിച്ചു. പിന്നെ ഞാൻ തന്നെയാണ് പോലീസിനെ ഇൻഫോം ചെയ്തത്. ഞാൻ ഇൻഫോം ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു, കാരണം എനിക്ക് അന്നേരം സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല. ഞാൻ വിളിച്ചിട്ട് ട്രെയിനിലുണ്ടായിരുന്ന ചേട്ടന്മാർക്ക് കൊടുത്തു. ചേട്ടന്മാർ തന്നെ പോലീസിനെ വിളിച്ചു. എൻ്റെ കയ്യിൽ വിഷ്വൽസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇന്നലെ ഞാൻ ഇത്രയധികം സാഹസികമായിട്ടൊരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിലുപരി അത്രയധികം ദൃശ്യങ്ങൾ, വളരെ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പകർത്താനും കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. ശരിക്കും ഞാനത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നാളെ ചിലപ്പോൾ സമൂഹം പറയും നിരപരാധി ഒരാളെ ഞാൻ വെറുതെ പറഞ്ഞു എന്ന് പറയാം. ആദ്യം എനിക്ക് പ്രൂഫാണ് വേണ്ടുന്നത്, കാരണം ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷ്വൽസ്. പക്ഷെ ഒരുപാട് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഞാൻ അതിനുള്ള സമയം കൂടി, എനിക്ക് അത്ര കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പം തന്നെ ഞാനത് പ്രതികരിച്ചു. പിന്നെ ഇന്നലെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ശിക്ഷ അയാൾക്ക് കിട്ടാവുന്ന ശിക്ഷ മാക്സിമം കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നാളെ ഒരു കുഞ്ഞിനും, ഒരാൾക്കും, ഒരു സ്ത്രീക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും പ്രതികരിക്കുക. ഇപ്പം എനിക്ക് ആകെ ഉണ്ടായൊരു വിഷമം എന്ന് വെച്ചാൽ, എൻ്റെ അടുത്തിരുന്ന അത്രയും ഒരു 52 ഏജ് കാണുമായിരിക്കാം ചേട്ടൻ. ആ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞിട്ട് പോലും പുള്ളി എൻ്റെ ആരും അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവിടെ ഇത് കാണിച്ചത്. പക്ഷെ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം ആളുടെ കുട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ അങ്ങനെ കാണിക്കില്ലായിരുന്നല്ലോ. അപ്പം എനിക്ക് അതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ ഞാൻ പ്രതികരിച്ചത് കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റി, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. അതിനോടൊപ്പം തന്നെ കൺഗ്രാറ്റ്സ്. കാരണം ഇനി നമുക്കറിയാം ഈ സമൂഹത്തിൽ ഇത് ഏറ്റവും വലിയൊരു സന്ദേശം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മുടെ കൺമുമ്പിലാണ് ഇത്തരം അനീതികൾ കാണുന്നത്. 6 വയസ്സുള്ളൊരു കുഞ്ഞിനെ സ്വന്തം കൺമുമ്പിൽ, അതൊരു അമ്മ കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു പക്ഷേ അത്രത്തോളം റിയാക്ട് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം ഇത് ഏറ്റവും വലിയ രീതിയിലുള്ള, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള ശിക്ഷ തന്നെ ഈ പ്രതിക്ക് ലഭിക്കട്ടെ എന്ന് കൂടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.